ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ. ഭഗവത്ഗീത ശ്ലോകം 25 കേൾക്കാം. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേതാൻ കുരുനിതി. എന്ന് വെച്ചാൽ ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്ന് വെച്ചാൽ, പരമാത്മാവ് എന്ന നിലയിൽ അർജുനൻ്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണൻ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഹൃഷികേശൻ എന്ന പേര് ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരവത്താണ്. തൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായത് കൊണ്ടാണ് താൻ അർജുനന്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്തെന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? തൻ്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്നും അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനന്റെ മനോഭാവത്തെപ്പറ്റി സൗഹൃദപൂർവമായൊരു പ്രവചനമാണിത്. ഇനി അടുത്ത ശ്ലോകം 26. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനദ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശൂരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഒത്തുകൂടിയിട്ടുള്ളത് എന്നാണ്. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. എല്ലാ ബന്ധുക്കളെയും, അതായത് എൻ്റെ ഭാവാർത്ഥം പറയുകയാണ്, എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. സ്വപിതാവിൻ്റെ സമവയസ്കരായ ഭൂരിസ്രവസിനെ പോലെയുള്ളവർ, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യശകുനികളെ പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തൻ്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുനൻ കണ്ടു. ശ്ലോകം 27 നോക്കാം. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീധനിതമബ്രവീത്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. ഇനി ശ്ലോകം 28 അർജുന ഉവാച. അർജുനൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുക്ഷ്യതി. എന്ന് പറഞ്ഞാൽ അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, മുഖം അഥവാ വായ വരളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാവാർത്ഥം എന്ന് വെച്ചാൽ, നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിയില്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായ ഉന്നത പദവിയിലായിരുന്നാലും ശരി, അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തൻ്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളുടെയും ശത്രുക്കളെയും രണാങ്കണത്തിൽ കണ്ട ഉടനെ സഹതാപപരവശനായി തീർന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണം അടുത്തതോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി.
അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായ് വരളുകയും ചെയ്തു. അവിടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. അവരുടെ സമരവീര്യം കണ്ടിട്ട് ആകെ അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തന് സംഭ്രമമുളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായ് വരളുകയും മാത്രമല്ല, സഹതാപാധിക്യത്താൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു. അതെന്താന്ന് കേൾക്കാം. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരഃ ഹരാവഭക്ത്യസ്യ ഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരധനാ സതിദാവതോ ബഹി. ശ്രീമദ് ഭാഗവതം 5:8-12 അതിലാണ്. പരമ ദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേയുള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഇനി ശ്ലോകം 29 അടുത്തതിൽ കേൾക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ.